AI ലോകം പാഠം 3 തുടക്കക്കാർക്കുള്ള AI. മനുഷ്യരെപ്പോലെ ചിന്തിക്കാനും പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്ന സിസ്റ്റങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ശാസ്ത്രമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് തുടക്കക്കാർ ഓർമ്മിക്കേണ്ടതാണ്. ഇത് ശബ്ദസഹായികൾ, ഇമേജ് തിരിച്ചറിയൽ ആപ്പുകൾ, ചാറ്റ്ബോട്ടുകൾ തുടങ്ങി നിങ്ങൾ ഇതിനകം ദിവസവും ഉപയോഗിക്കുന്ന എണ്ണമറ്റ ഉപകരണങ്ങൾക്കും ശക്തി നൽകുന്നു. നിങ്ങൾ ജീവിക്കുന്ന, പഠിക്കുന്ന, ജോലി ചെയ്യുന്ന, വിവരങ്ങൾ ഉപയോഗിക്കുന്ന തുടങ്ങി ഓൺലൈനായിരിക്കുമ്പോൾ നമ്മുടെ സമയം ചിലവഴിക്കുന്ന രീതിയെപ്പോലും AI അടിസ്ഥാനപരമായി പുനർനിർമ്മിച്ചു എന്ന വസ്തുതയെ നിഷേധിക്കാൻ കഴിയില്ല. ഒരു ഓൺലൈൻ വാങ്ങൽ പോലുള്ള ഏറ്റവും മികച്ച വ്യക്തിഗത ശുപാർശകൾ ക്യൂറേറ്റ് ചെയ്യുന്നത് മുതൽ നിങ്ങൾ ഒരു ഡോക്ടറെ എപ്പോൾ സന്ദർശിക്കണമെന്ന് ശുപാർശ ചെയ്യുന്നത് പോലുള്ള എല്ലാ മുൻഗണനകൾക്കും ഈ ഡിജിറ്റൽ യുഗത്തിൽ AI മനസ്സിലാക്കേണ്ടത് ഒരു അടിസ്ഥാന ആവശ്യമായി മാറിയിരിക്കുന്നു. വർദ്ധിച്ചു വരുന്ന അസ്ഥിരമായ സമ്പദ്വ്യവസ്ഥയിൽ ബിരുദാനന്തര ബിരുദ ജോലി നേടുന്നതിനെക്കുറിച്ച് സമ്മർദ്ദം നേരിടുന്ന ഒരു വിദ്യാർത്ഥിയായാലും ബിസിനസ് വർക്ക് ഫ്ലോകൾ അളക്കാൻ ചടുലമായ വഴികൾ തേടുന്ന ഒരു സംരംഭകനായാലും AI പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ദീർഘകാല മത്സര നേട്ടം നേടാൻ കഴിയുമെന്നതും നിഷേധിക്കാനാവില്ല. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദമോ PGയോ മാത്രം പോരാ. AIയിൽ പ്രാവീണ്യം നേടുകയും എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുകയും വേണം. വ്യക്തിഗതമാക്കിയ ശുപാർശകൾ മുതൽ സ്വയം ഓടിക്കുന്ന കാറുകൾ വരെയുള്ള ഡിജിറ്റൽ യുഗത്തിലെ ഒരു അടിസ്ഥാന വൈദഗ്ധ്യമായി AI മാറിയിരിക്കുന്നു. എന്തിനാണ് AI പഠിക്കേണ്ടതെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും, ഡാറ്റയും ആൽഗോരിതങ്ങളും ആധുനിക സാങ്കേതിക വിദ്യയെ എങ്ങനെ നയിക്കുന്നു എന്ന കാര്യം ആദ്യം മനസ്സിലാക്കണമെന്ന്. ധനകാര്യം, മാർക്കറ്റിംഗ് തുടങ്ങിയ എല്ലാ വ്യവസായങ്ങളിലും ഉയർന്ന വളർച്ചയുള്ള കരിയറുകളിലേക്കുള്ള വാതിലുകളും AI തുറക്കുന്നു. സമയം ലാഭിക്കുകയും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഓട്ടോമേഷൻ കഴിവുകൾ വികസിപ്പിക്കാനും ഇത് നമ്മെ സഹായിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറുകളെയും മെഷീനുകളെയും മനസ്സിലാക്കൽ, പ്രശ്നപരിഹാരം, തീരുമാനമെടുക്കൽ, മനുഷ്യൻ്റെ സർഗാത്മകത, പഠനം, സ്വയംഭരണം എന്നിവ അനുകരിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു സാങ്കേതിക വിദ്യയായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളർന്നിരിക്കുന്നു. AI സജ്ജീകരിക്കുന്ന ആപ്ലിക്കേഷനുകൾക്കും ഉപകരണങ്ങൾക്കും വസ്തുക്കളെ കാണാനും തിരിച്ചറിയാനും കഴിയും. അവയ്ക്ക് മനുഷ്യഭാഷ മനസ്സിലാക്കാനും പ്രതികരിക്കാനും കഴിയും. പുതിയ വിവരങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും അവയ്ക്ക് പഠിക്കാനും കഴിയും. അവയ്ക്ക് ഉപയോക്താക്കൾക്കും വിദഗ്ധർക്കും വിശദമായ ശുപാർശകൾ നൽകാനും കഴിയും. അവയ്ക്ക് സ്വന്തമായി പ്രവർത്തിക്കാനും കഴിയും. മനുഷ്യബുദ്ധിയുടെയോ ഇടപെടലിൻ്റെയോ ആവശ്യകത മാറ്റിമറിക്കാൻ AIക്ക് കഴിയുമെന്നതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ് സ്വയം ഓടിക്കുന്ന കാർ. ഇന്ന് വിവിധ വകുപ്പുകളിലുടനീളമുള്ള ദൈനംദിന ബിസിനസ് പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാൻ വലിയ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന പരമ്പരാഗത എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ കഴിവുകൾ പകർത്താനും AIക്ക് കഴിയും. ഇപ്പോൾ രോഗനിർണയത്തിലും AI സഹായിക്കുന്നു. ഇത് അവസാനം വിശദീകരിക്കാം. ഇപ്പോൾ ലഭ്യമായ AIയുടെ 4 തരങ്ങൾ: റിയാക്റ്റീവ് മെഷീനുകൾ, പരിമിതമായ മെമ്മറി, മനസ്സിൻ്റെ സിദ്ധാന്തം, സ്വയം അവബോധം എന്നിവയാണ്. അവ വർദ്ധിച്ചു വരുന്ന സങ്കീർണതയെയും കഴിവുകളെയും പ്രതിനിധീകരിക്കുന്നു. നിലവിലുള്ള ഉത്തേജനങ്ങളോട് മാത്രം പ്രതികരിക്കുന്ന റിയാക്റ്റീവ് മെഷീനുകളാണ് ഏറ്റവും അടിസ്ഥാനപരം. അതേസമയം പരിമിതമായ മെമ്മറി ഒരു ചെറിയ സമയത്തേക്ക് മുൻകാല ഡാറ്റ ഉപയോഗിക്കുന്നു. മനഃശാസ്ത്ര AI എന്നത് മനുഷ്യൻ്റെ വികാരങ്ങളെയും ഉദ്ദേശങ്ങളെയും മനസ്സിലാക്കുന്ന ഒന്നാണ്. സ്വയം അവബോധമുള്ള AI എന്നത് ഒരു മനുഷ്യനെപ്പോലെ ബോധമുള്ളതും വ്യക്തിഗതമാക്കിയ യാത്രാ ശുപാർശകൾ നൽകുന്നതുമായ ഒരു സാങ്കല്പിക തരമാണ്. മിക്ക AI ഗവേഷകരും പ്രാക്ടീഷണർമാരും AIയുമായി ബന്ധപ്പെട്ട മിക്കവരും 2026 ആകുമ്പോഴേക്കും ഒറിജിനൽ ടെക്സ്റ്റ്, ഇമേജുകൾ, വീഡിയോകൾ എന്നിവ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയായ ജനറേറ്റീവ് AIയിലെ മുന്നേറ്റങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ജനറേറ്റീവ് AIയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് തുടങ്ങിയ ജനറേറ്റീവ് AI ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യകൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. അതിനാൽ അടുത്തതായി ഞാൻ മെഷീൻ ലേണിങ്ങിനെക്കുറിച്ച് വിവരിക്കാം. താങ്ക് യു.